തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ കുട്ടിയെ 20 മണിക്കൂർ കാണാതായ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. വർക്കല ഐരൂർ സ്വദേശി ഹസൻകുട്ടി എന്ന കബീറാണ് കൊല്ലത്ത് നിന്നും പോലീസിന്റെ പിടിയിലായത്. കുട്ടി കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിച്ചെന്നും ബോധരഹിതയായ കുട്ടിയെ മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചതെന്നുമാണ് പ്രതിയുടെ മൊഴി. കൊല്ലം ചിന്നക്കടയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് നാടോടി ദമ്പതികളുടെ കുട്ടിയെ തട്ടിയെടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്ത പ്രതിയെ പോലീസ് പിടികൂടിയത്. ഗുജറാത്തിൽ നിന്നും നന്നേ ചെറുപ്പത്തിൽ കേരളത്തിലെത്തിയ ഹസൻകുട്ടി എന്ന കബീറാണ് പോലീസിന്റെ പിടിയിലായത്. 100-ലധികം CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിൽ നിന്നാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പ്രകൃതക്കാരനായ കബീർ പേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തുകയും അവിടെ നിന്ന് നാടോടി കുടുംബം തമ്പടിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയുമായിരുന്നു. അവിടെ ശ്രദ്ധയിൽപ്പെട്ട കുട്ടിയെ രക്ഷിതാക്കൾ ഉറങ്ങിയതിനു ശേഷം തട്ടിയെടുത്തു. കുട്ടി കരഞ്ഞപ്പോൾ വായ് പൊത്തിപ്പിടിച്ചു. ബോധരഹിതയായ കുട്ടിയെ മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചതാണെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. പ്രൈമ ഫേസ് ഇയാൾ തന്നെയാണ് കൊച്ചിയെ കൊണ്ടുപോയതെന്ന് മനസ്സിലായി. അയാളെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ബേസിക്കലി ഈ ഒരു നാടോടി ആയിട്ടുള്ള ഒരു ഫാമിലീസ് ബ്രഹ്മോസിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പേരൻസ് കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പെൺകൊച്ചിയെ ഇയാൾ അവിടേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് അബ്ഡക്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്തേക്ക് പോയിട്ട് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ ഇയാൾ ആ കൊച്ചിയെ വായി കുത്തിപ്പിടിച്ച് കരയുമ്പോൾ വായി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇയാൾ പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പോയ സ്ഥലങ്ങളും നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആ കൊച്ചിയെ അവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ഇയാൾ കറങ്ങിയിട്ടുണ്ട്. കുട്ടിയെ ഉപേക്ഷിച്ചതിനു ശേഷം രക്ഷപ്പെടുന്ന പ്രതിയുടെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. 10 വയസ്സുള്ള പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ നേരത്തെയും പോക്സോ കേസുണ്ട്. കുട്ടിയെ തട്ടിയെടുത്ത സംഭവത്തിൽ പോക്സോ, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.